ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡെപ്പോസിറ്റ് എത്രമാത്രം സുരക്ഷിതമാണ്, എത്ര ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിയമാനുസൃതമായിട്ടുള്ള എല്ലാ എമൗണ്ടുകളും നിങ്ങൾക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ് SB അക്കൗണ്ട്, FD, RD എന്ന് പലവിധ അക്കൗണ്ടുകളിലും നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കാം. ഒരു ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകളിലും ഡെപ്പോസിറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നാളെ ആ ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 5 ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും. ഈ 5 ലക്ഷം രൂപയ്ക്കാണ് DICGC എന്ന സ്ഥാപനം ഇൻഷുറൻസ് കവറേജ് തന്നിരിക്കുന്നത്. സപ്പോസ് നിങ്ങൾക്കിപ്പോൾ ഒരു A എന്ന ബാങ്കിൽ നിങ്ങൾക്കൊരു 10-15 ലക്ഷം രൂപ പല ബ്രാഞ്ചുകളായിട്ടുണ്ട് എങ്കിലും നാളെ ആ ബാങ്കിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 5 ലക്ഷം രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഇവിടെയുള്ള ഡെപ്പോസിറ്റ് പിന്നെ അടുത്തൊരു ബാങ്കിൽ ഇതേപോലെ ഡെപ്പോസിറ്റിൽ ആ ബാങ്കിലും ഇതേപോലെ ഒരു 5 ലക്ഷം രൂപ കവറേജ് ഉണ്ട്. അപ്പോൾ ഓരോ ബാങ്കിലും നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് കവറേജ് കിട്ടും. അപ്പോൾ ഈ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും A and B, നിങ്ങൾക്ക് Aയുടെ പേരിൽ ഒരു 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക, Bയുടെ പേരിൽ ഒരു 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക, A and B എന്നൊരു ജോയിന്റ് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ചെയ്യുക, B and A എന്ന പേരിൽ ഒരു 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ നിന്ന് തന്നെ 20 ലക്ഷം രൂപയുടെ വരെ കവറേജ്, ഈ ഓരോ അക്കൗണ്ടിനും 5 ലക്ഷം രൂപയുടെ കവറേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബാങ്ക് നാളെ പൊളിയുമെന്നോ അല്ലെങ്കിൽ അങ്ങ് സംഭവിക്കുന്നോ എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഇൻഷുറൻസ് ബാങ്കുകാർ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കിൽ നിന്നും ഈ എമൗണ്ട് ഈ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് RBIയുടെ നിർബന്ധപ്രകാരം DICGC ആണ് ഈ ഇൻഷുറൻസ് കവറേജ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ പല ബാങ്കിലും ചെയ്യുക, ഒരു ബാങ്കിൽ തന്നെ ചെയ്യാതെ പല ബാങ്കുകളിലും ചെയ്യുക. മിക്ക എല്ലാ ബാങ്കുകൾക്കും ഇതൊരു മാൻഡേറ്ററിയാണ്. എല്ലാവരും തന്നെ ഇൻഷുറൻസ് കവറേജ് എടുക്കണം, നിർബന്ധമാണ്. ആ ബാങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്കിൽ ബോർഡ് വെച്ചുണ്ടാവും DICGC കവറേജ് ഉണ്ടെന്ന് പറഞ്ഞ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറയും. നേരത്തെ 1 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ 5 ലക്ഷം വരെ ലിമിറ്റാക്കി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 5 ലക്ഷം രൂപ വരെ ഓരോ അക്കൗണ്ടിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസ് പറഞ്ഞ പോലെ A, B, A and B, B and A എന്നൊരു 4 അക്കൗണ്ടിൽ ചെയ്യുമ്പോൾ ഒരു ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെ കവറേജ് ഉണ്ട്. അടുത്ത നിങ്ങൾക്ക് സംശയമൊന്നും, ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ആരാണ് അടയ്ക്കുന്നത്? ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കുന്നത് ബാങ്കാണ്. ആ ഓരോ പ്രസ്തുത ബാങ്കുകാരാണ് ഈ പ്രീമിയം അടയ്ക്കേണ്ടത്. കസ്റ്റമർ ഇതിന് ബാധകമല്ല. എത്രയാണ് ഈ പ്രീമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് 12 പൈസ വെച്ച് ഈ ബാങ്കിൽ എല്ലാ കൊല്ലവും ഈ എമൗണ്ടിലുള്ള ഇൻഷുറൻസ് പ്രീമിയം DICGC കൊടുത്തിട്ടാണ് ഈ ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസ് കവറേജ് നമുക്ക് കിട്ടുന്നത് വലിയൊരു ഗുണമാണ്. ഒന്നുള്ളത് ഇപ്പോൾ 5 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പല ബാങ്കുകളിലായിട്ട് ചെയ്യുക. വളരെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി വളരെ സുരക്ഷിതമായിട്ട് ഓരോ ബാങ്കിലും നിക്ഷേപിക്കുക. ഇതൊരു വിവരം നിങ്ങൾക്ക് നൽകാനാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണും, ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.